ദിവ്യകാരുണ്യ യേശു എഴുന്നള്ളുന്ന സമയം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് രക്ഷകനും നാഥനുമായി എഴുന്നള്ളുവേണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യ കുഞ്ഞാടായ യേശു തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ ഇതാ എഴുന്നള്ളി വരുന്നു. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് എൻ്റെ രക്ഷകനും നാഥനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നവരായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ ഞങ്ങളോടൊപ്പമുള്ള യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിയ, 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 വരിയ. ശരിയ, വരിയ, 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 വരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴുതുകളെ ഓർത്തുകൊണ്ട് കർത്താവേ നിന്നെ ആരാധിക്കുന്നു. അപ്പോസ്തലന്മാരെ നിന്റെ പഞ്ചക്ഷതങ്ങളെ കണ്ടുകൊണ്ട് ആരാധിച്ചതുപോലെ ഓദ്ധാനം ചെയ്തവനെ കർത്താവേ, കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, ദൈവമേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിലെ
ബന്ധനങ്ങള് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തില് ബന്ധനങ്ങള് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തില് രോഗങ്ങള് സൗഖ്യമാകട്ടെ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് കൈകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ നീട്ടണമേ, കൈകൾ നീട്ടണമേ അപ്പാ. നിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് രോഗസൗഖ്യം സംഭവിക്കട്ടെ. അടിയാളങ്ങൾ നൽകട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക എല്ലാവരും, ലോകം മുഴുവനുള്ളവരെ. യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, പ്രാർത്ഥിക്കുന്നുള്ള മേലെ അലിവ് തോന്നണമേ. രോഗം മുടിഞ്ഞ കുടുംബങ്ങളെ, സംഘ താഴ്ന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാവർക്കും വേണ്ടി ബാധ്യത വഹിക്കണമേ. ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത ഈശോ മുൾക്കട ചൂടിയവനെ, തിരുവിതാംകൂർ പരിവർത്തവനെ, മുൾക്കട ചൂടിയവനെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെ സ്പർശിക്കണമേ. മാർഗ രോഗങ്ങളെ, തീരവേദികളെ, ആദ്യപിടിപ്പിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തില് അഴിഞ്ഞു മാറട്ടെ. ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, വചനം നൽകണമേ, അഭിഷേകം നൽകണമേ. വചനം കേൾക്കുന്നവർക്ക് ശ്രവണാഭിഷേകം നൽകണമേ. അടയാളം നൽകണമേ, അടയാളം നൽകണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ഇപ്പോൾ പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കുന്നവരെ, ഇപ്പോൾ പ്രാർത്ഥന എഴുതിക്കൊണ്ടിരിക്കുന്നവരെ, ഇപ്പോൾ പ്രാർത്ഥന സെൻഡ് ചെയ്യുന്നവരുടെ മേലെല്ലാം അവിടെ കണ്ണുനീര് കർത്താവേ നിന്റെ ആഴ്പതാർന്ന അത്ഭുത കരത്താൽ കൈ നീട്ടിക്കൊണ്ട് സ്പർശിക്കണമേ. ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്കും നിന്റെ അത്ഭുതത്തിന്റെ ആഴ്പതാർന്ന ഉത്സാഹത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തിയുടെ കാര്യങ്ങൾ നീണ്ടു ചെല്ലട്ടെ. അവർ ആശ്വസിപ്പിക്കപ്പെടട്ടെ. ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ഹല്ലേലൂയ, നിത്യപിതാവേ,
ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മാലാഖമാരുടെ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ കന്യാസ മറിയത്തിന്റെ കൂടെ ഹല്ലേലൂയ 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 നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയ കൃപാഭിഷേക ധ്യാനങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ സ്തുതി. ആമേൻ ആമേൻ. യേശുനാഥാ ആമേൻ ആമേൻ. ദൈവപുത്ര ആമേൻ ആമേൻ. സർവശക്ത നിത്യപിതാവേ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. തിങ്കളാഴ്ചകളിലെ മരിയ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശുനാഥാ ആമേൻ ആമേൻ. ദൈവപുത്ര ആമേൻ ആമേൻ. സർവശക്ത നിത്യപിതാവേ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശുനാഥാ ആമേൻ ആമേൻ. ദൈവപുത്ര ആമേൻ ആമേൻ. സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിലേക്ക് ആരാധന അഭിഷേകത്തോടു കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ആരാധനയിൽ അനേകം മക്കളെ കർത്താവ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വിടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്തുതിച്ചുകൊണ്ട് കർത്താവ് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശുനാഥാ ആമേൻ ആമേൻ. ദൈവപുത്ര ആമേൻ ആമേൻ. സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റസിൽ സ്റ്റാൻലി. ഞാൻ സെൻറ്റ് തോമസ് മോർ പള്ളുരുത്തി ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 1-ാം തീയതിയാണ്. എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗമായി വെച്ചത് എൻ്റെ ജോലിയായിരുന്നു. എൻ്റെ ജോലി ഞാൻ 2007 PSC ലിസ്റ്റിൽ വന്ന ആളാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്കിപ്പോൾ 42 വയസ്സായി. 2007 എൻ്റെ PSC ലിസ്റ്റിൽ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് പേരുണ്ടായിരുന്നു. അന്ന് ജീവിതത്തിൻ്റെ പല പല പ്രശ്നങ്ങൾ കൊണ്ടും
2009 എനിക്കത് അപ്പോയിൻമെൻ്റായിട്ട് വന്നത്. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതിനാൽ എനിക്ക് ആ ജോലി എടുക്കാൻ സാധിച്ചില്ല. ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തില്ല. അതിൻ്റെ ഫലമായി അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ എനിക്ക് മക്കളെ നോക്കുന്നതിനുള്ള സാഹചര്യവും ജീവിത പ്രശ്നങ്ങളും കാരണം എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വളരെ വർഷം കഴിഞ്ഞായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് പോസ്റ്റ് PSC എടുക്കുകയും അതിനുശേഷം ഞാൻ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചെങ്കിലും കുട്ടികളപ്പോൾ 3 പേരായിരുന്നു. മൂത്തയാൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടികൾ ട്വിൻസാണ്. അപ്പോൾ അവരെ നോക്കാനുള്ള 3 പേരെ നോക്കാനുള്ള ബുദ്ധിമുട്ടിനാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. മാതാപിതാക്കളെ നോക്കുന്നതിനും കുട്ടികളെ നോക്കുന്നതിനുള്ള എല്ലാ ചുമതലകളും ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്കാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് വലിയൊരു ബെഡ് സോർ വന്നായിരുന്നു. അമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു പോയ ആളായിരുന്നു. ആ സമയത്ത് ഞാൻ നേഴ്സായിരുന്നിട്ട് പോലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു നേഴ്സായിരുന്നിട്ട് പോലും എനിക്ക് ആ വൂണ്ടൊന്ന് ഹീല് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് മാത്രമാണത് ഹീലായി പോയത്. ഞാൻ നിരന്തരം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചത് ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ജോലിയുടെ എല്ലാ സാധ്യതകളും അവസാനിച്ച സ്ഥലത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എഴുതി വന്നപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ, മാതാവ് എന്തായാലും നടത്തിത്തരുമെന്ന്. അപ്പോൾ എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എഴുതി വെച്ചു, അമ്മേ എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചു തരണമേ എന്ന്. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രൈവറ്റായ പാലിയേറ്റീവ് കെയറിൽ ജോലി ലഭിച്ചു. എനിക്ക് അത് ഒരു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനും അനേകം രോഗികളെ കാണാനും ഈശോയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനും ഉള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചിരുന്നു. കൂടുതൽ ഹിന്ദുക്കളിലേക്കും മറ്റ് അന്യമതസ്ഥരിലേക്കുമാണ് ഞാൻ കൂടുതൽ സുവിശേഷം എത്തിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികൾ പലപ്പോഴും ഇതിനെ തിരസ്കരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം നന്നായി ഈശോയിലേക്ക് കൂടുതൽ അടുത്ത് വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഓരോരുത്തരിലേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും കൃപാസനം പത്രം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അനേകം പേർക്ക് രോഗസൗഖ്യം ലഭിച്ചിരുന്നു. അത് ഓരോരുത്തരും ഇവിടെ ഉടമ്പടി എടുക്കാൻ സന്നദ്ധരായി വന്നിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്ന ഒരു ഗവൺമെൻറ് പാലിയേറ്റീവ് കെയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് പുരട്ടി പ്രാർത്ഥിക്കുകയും ഞാൻ വിശുദ്ധ ഉപ്പ് ആ ഹോളിൽ വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഡിസ്റ്റിങ്ഷനോടെ എനിക്ക് പാസ്സാവാൻ അമ്മ മാതാവ് സഹായിച്ചു. നിങ്ങൾ എന്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചാലും അമ്മ അത് മറന്നു പോകില്ല. അമ്മ നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ച് അത് അവസാനം വരെ നമുക്ക് നേടിത്തരും. നമ്മൾ ഒരു ദിവസം അത് തിരിച്ചറിയും, ദൈവം നമ്മുടെ കൂടെ ആയിരുന്നു എന്ന്. നമ്മളെത്ര ബുദ്ധിമുട്ടിയായാലും അതിനെല്ലാം ദൈവം അവസാനം നമുക്ക് അതിന് നല്ല ഉത്തരം തരും. അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതിനുശേഷം എനിക്കൊരു ഗവൺമെൻറ്റിൽ തന്നെ ലീവ് വേക്കൻസിയിൽ ഒരു 6 മാസത്തെ ജോലി ലഭിച്ചു. അത് വലിയൊരു അത്ഭുതം നേരം. വളരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നത്. എന്നിട്ട് പോലും അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർവ്യൂവിന്. ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കൊരു അടയാളം തന്നെ, ഈ ജോലി കിട്ടാനായിട്ടുള്ള അടയാളം തന്നെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു കൃപാസനം പത്രം പറന്നു വരികയാണ്. ഞാൻ നോക്കുമ്പോൾ താഴത്ത് ആരോട് ഉപേക്ഷിച്ച് കളഞ്ഞു. ഞാൻ വേഗം എടുത്ത് മടക്കി എൻ്റെ ബാഗിലിട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ മനുഷ്യർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഞാൻ ഓരോ വചനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ ഓരോ മനുഷ്യരുടെയും മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെന്ന് കൃപാസനം പത്രം കൊടുത്തിരുന്നത്. ഞാനത് ഓരോ നിമിഷവും ഞാനത് ഓരോരുത്തരോടും പ്രാർത്ഥിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അനേകം പേർക്ക്, അനേകം ഹിന്ദുക്കളായ ആളുകളായിരുന്നു. അവർക്കെല്ലാം രോഗസൗഖ്യവും കൂടുതൽ പേരും വിശ്വാസത്തിലേക്കും ഉടമ്പടി എടുക്കാനും
അതിലൂടെ സഹായിച്ചു. അനേകം ഓട്ടിസമുള്ള കുട്ടികളെ ഞാൻ സന്ദർശിച്ചു. അവർക്ക് വിശുദ്ധ തൈലം കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ ഫിക്സുകളെല്ലാം അതിൻ്റെ എപ്പിസോഡ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ അമ്മമാർ വിളിച്ചു പറയാൻ തുടങ്ങി, സിസ്റ്റർ പുരട്ടി പ്രാർത്ഥിച്ച തൈലം കൊണ്ട് അവർക്ക് രോഗസൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, സിസ്റ്റർ ഇനിയും വരണമെന്നവർ പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. 6 മാസത്തിന് ശേഷം അവിടുത്തെ ജോലി എനിക്ക് അവസാനിച്ചു. അതിനിടയ്ക്ക് ഒരു സംഭവമുണ്ടായി. കാരണം എനിക്ക് സാലറി കുറവായിരുന്നു അവിടെ. അപ്പോൾ ഞാനവിടെ ക്ലാർക്കിനോട് പറഞ്ഞെങ്കിലും ക്ലാർക്ക് കുറേ നിയമത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് എനിക്ക് സാലറി കുറവായിരുന്നു. അപ്പോഴേക്കും ഞാനവിടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പിറ്റേ മാസം മുതൽ ആ സെയിം ക്ലാർക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് സാലറി കൂട്ടിയ കാര്യം പറഞ്ഞു. അത് എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഈ ഉടമ്പടിയിൽ വലിയൊരു വിശ്വാസം വരാൻ കാരണമായി. അവർ ചോദിച്ചു, സിസ്റ്റർ ഇതെങ്ങനെയാണ് സിസ്റ്റർ സാധിച്ചെടുത്തത്? ഞങ്ങൾക്ക് പോലും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നീശോ എനിക്കിതിലെല്ലാം നേടിത്തന്നതാണ്. ഞാൻ ഓരോ വചനങ്ങളും ചൊല്ലി എപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്ന വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആയുഷ്കാലം അത്രയും ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും എന്നുള്ള വചനമാണ് എപ്പോഴും എനിക്ക് ഈശോ തന്നുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും നടക്കുന്ന വഴിയായാലും ബസ്സിലിരിക്കുമ്പോഴായാലും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഞാനിവിടെ ഒരു ഉടമ്പടി ധ്യാനം പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടു. അച്ഛൻ ദർശനത്തിൽ പറയുകയാണ്, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അന്നൊരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പോൾ പറഞ്ഞ്, ഇനിയിപ്പോൾ നിങ്ങളെന്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും ഡിസംബറിന് മുമ്പ് നവംബർ കഴിഞ്ഞു പോവില്ല, ആ സമയത്ത് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചു. എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയത് നവംബർ മാസം 10-ാം തീയതിയായിരുന്നു. അമ്മ മാതാവ്, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു ദിവസം അത് വെളിപ്പെടും. അതുപോലെ തന്നെ ഞാൻ 2 മാസം ജോലിയില്ലാണ്ട് വീട്ടിലിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും മാതാവേ എന്നോർത്ത്. ആ സമയത്താണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ 31-ാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് 30-ാം തീയതി വൈകുന്നേരം വരെ ഒന്നും സംഭവിച്ചില്ല. 30-ാം തീയതി വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ, അതുവരെ ഞാൻ അറിയാത്തൊരു സിസ്റ്റർ എന്നെ വിളിച്ചു പറയുന്നു, നാളെ ഇൻ്റർവ്യൂവിന് വരണം, നാളെ കോർപ്പറേഷൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായി. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ എനിക്ക് ജോലി സ്ഥിരമായി ലഭിച്ചു. നവംബർ 10-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് ജോലി ലഭിച്ച സാക്ഷ്യം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി എൻ്റെ വീട്, ഞങ്ങൾ വാഗമണിൽ 7 വർഷം മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു ഹോം സ്റ്റേ പണിയാനായിട്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായ വളരെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കിത് എങ്ങനെ പൂർത്തിയാക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അറിയാത്തൊരു സാഹചര്യമായിരുന്നു. ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്ത് തീർക്കണമെന്നറിയാണ്ട് ഞങ്ങൾ വിഷമിച്ചു. സാമ്പത്തികമായ പ്രയാസങ്ങളുമെല്ലാം ഞങ്ങൾ ഓരോ നിമിഷവും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വിശ്വാസ പ്രമാണം ചൊല്ലി ഭൂമിക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അവിടെ പണി തുടങ്ങാനും, ഞങ്ങൾ ചെറിയൊരു പ്ലാനായിരുന്നെങ്കിലും വലിയൊരു പ്ലാനിലൂടെയാണ് മാതാവ് അത് തീർത്തത്. അത് എങ്ങനെ നടത്തുന്ന, ഞങ്ങൾക്ക് ഇവിടുന്ന് 5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഓരോ പ്രാവശ്യവും തിരിച്ചു പോയിട്ട് 5 മണിക്കൂർ അങ്ങോട്ടും 5 മണിക്കൂർ ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് വളരെ മൈഗ്രെയിനുള്ള ആളായിരുന്നു. പക്ഷെ അമ്മ മാതാവ് അത് സുഖപ്പെടുത്തി. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഇതെല്ലാം നടത്തി തന്ന ദൈവമാതാവിനും ഈശോ അപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾ ഏപ്രിൽ 27-ാം തീയതി വീട് ബ്ലെസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ നമ്പറിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. അമ്മ ഇതും സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ നടത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൂടി നന്ദി. ഇന്നലെ എനിക്കൊരു അനുഭവമുണ്ടായി. ഞാൻ വളരെ തലവേദനയോടെ ഭയങ്കര പനിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈശോയ്ക്ക് ഞാൻ ഓർത്തു, ദൈവമേ
എനിക്ക് പള്ളി പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ അപ്പോൾ തന്നെ പള്ളിയിലേക്ക് പോയി. എനിക്ക് വളരെ ചുമയായിരുന്നു. ഞാൻ എന്നിട്ട് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സാക്ഷ്യം എഴുതണം, ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നു. ഞാനത് ആ ഇരുന്നിരിപ്പിൽ, ആ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അത്രയും ചുമയുള്ള സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് സാക്ഷ്യം എഴുതി. 4 പേജ് സാക്ഷ്യം എഴുതി. ആ സമയത്ത് എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായി സുഖപ്പെടുത്തി. എനിക്ക് ആ ചുമ വിട്ടുപോയി. ഇന്ന് എനിക്കൊരു തുള്ളി ചുമയില്ല. ഞാൻ ഇന്നലെ വളരെ കഷ്ടപ്പെട്ടു. നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും വിശ്വാസ പ്രമാണം ചൊല്ലിയും വിശുദ്ധ ഉപ്പും തേനും തൈലവും പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് മുതൽ നമുക്ക് ഏത് അസുഖവും മാറിത്തരുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഓരോ വീടുകൾ സന്ദർശിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു. അനേകം പേരിലേക്ക് ഈശോയെ അറിയിക്കുകയും എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ സാലറിക്ക് അനുസരിച്ചുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. ഞങ്ങൾക്കൊരു കൃപാസനം ഗ്രൂപ്പുണ്ട്. അതുവഴി ഞങ്ങൾ ആഴ്ചയിൽ ഓരോ രോഗികൾക്ക് ഉള്ള പൈസ കളക്ട് ചെയ്ത് ഞങ്ങളത് വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു. അവർക്കുള്ള ഓരോ സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു പോരുന്നു. പിന്നെ ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ചോറുപൊതി വിതരണം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെയും ഈശോയുടെയും പേരിലാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിനും, പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദിവസവും കൊന്തയില്ലാണ്ട് എനിക്ക് കടക്കാൻ പറ്റില്ല, കണ്ണടക്കാൻ പറ്റില്ല. അതുപോലത്തെ ബുദ്ധിമുട്ടാണ്. 2 നേരവും ഞാൻ സായാഹ്ന പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല. ഓരോ ഉടമ്പടി ധ്യാനത്തിലും അച്ഛൻ എനിക്ക് വേണ്ടിയുള്ള മെസ്സേജ് അതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും അതിലുള്ള മെസ്സേജ് ഉണ്ടാവും. ഞാൻ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിലായിരിക്കും അച്ഛൻ ആ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്